എൻ്റെ ദൈവേ, നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ആ പാല് മൂപ്പരാൾ ആ പുഴയിൽ ഒഴുക്കി കളയുന്നത്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? പക്ഷെ അത് കണ്ടിട്ട് വിശന്ന് പറഞ്ഞിട്ടാണോ ആ പാല് കണ്ടിട്ടുള്ള കൊതി കൊണ്ടാണോന്ന് അറിയില്ല, 2-3 കുട്ടികൾ പാത്രം നീട്ടുന്നുണ്ട് കുറച്ച് പാലയിൽ കൊടുക്കാൻ. പക്ഷെ അയാൾ കൊടുക്കുന്നില്ല. കാരണം എന്താ? ദൈവത്തിന് തൃപ്തിയാവണ്ടേ? നിങ്ങൾക്ക് തൃപ്തിയായാലല്ലേ നിങ്ങൾ അയാൾക്ക് കുറേ പൈസയും സ്വർഗമൊക്കെ കൊടുക്കുള്ളൂ, അയാൾ വലിയ സംഭവമുള്ളൂ. ഇല്ല, ദൈവങ്ങളെല്ലാം കാണുന്നതും കേൾക്കുന്ന കാളല്ലേ. നിങ്ങൾക്ക് ഇതേപോലുള്ള മന്ദബുദ്ധികളെ, പൊട്ടന്മാരെ, ബുദ്ധിയില്ലാത്തവരെ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലൊന്ന് ഒരു ചിന്താശേഷിയും ബുദ്ധിയൊക്കെ കൊടുത്തൂടെ? അല്ല, നിങ്ങൾ വിചാരിച്ച് നടക്കുമല്ലോ, കാരണം നിങ്ങളെല്ലാം അറിയുന്ന ആളല്ലേ, നിങ്ങൾ സൃഷ്ടാവല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ മനുഷ്യന്മാരൊക്കെ ഒന്ന് മാറ്റി, എന്താ പറയുക, ഇതേപോലത്തെ മറ്റുള്ള സഹജീവികളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കൊടുത്തൂടെ? കുറച്ച് ചിന്താശേഷി കൊടുത്തൂടെ? നല്ലൊരു മനസ്സ് കൊടുത്തൂടെ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അത് കുട്ടികൾക്ക് ഇത് കുറച്ച് പാല് ആ ഒഴുക്കി കളയുന്നതിൻ്റെ ഒരു കുറച്ച് ഭാഗം പാല് ആ കുട്ടികൾക്ക് കൊടുക്കാൻ ആ കുട്ടികളുടെ മുഖത്ത് എന്ത് സന്തോഷം ഉണ്ടാവും അറിയോ? അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരാണ്ടുണ്ട്. ദൈവേ, ആ പുഞ്ചിരിക്കുണ്ടല്ലോ ഭയങ്കര പവറാണ്. അപ്പം നിങ്ങൾ ഇതേപോലത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാ മതത്തിലുണ്ട് ഇതേപോലത്തെ മന്ദബുദ്ധികൾ. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിലും ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഫുഡ് മേലോട്ട് വലിച്ചെറിയും, ചില ആൾക്കാർ കടലിലൊഴുക്കും, പുഴയിലൊഴുക്കും, മരത്തിൽ കെട്ടിയിടും. ഇങ്ങനെയൊക്കെ കുറേ മന്ദബുദ്ധികളുണ്ട്. അപ്പോൾ ആ മന്ദബുദ്ധികളൊക്കെ നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല ബുദ്ധിയും വിവേകവും വിചാരമൊക്കെ കൊടുക്കി.